കർക്കിടക കഞ്ഞി എപ്പോഴും ചൂടോടെ വൈകുന്നേരങ്ങളിൽ കുടിക്കുന്നതാണ് ശരീരത്തിന് കൂടുതൽ ഫലം ചെയ്യുക. എല്ലാ വർഷത്തിലും നമ്മൾ കർക്കിടകം എന്ന് കേൾക്കുമ്പോൾ നല്ല മഴയും അതുപോലെ ചൂടോട് കുടിക്കുന്ന ഒരു കഞ്ഞിയാണ്. ആ ചൂടോട് കുടിക്കുന്ന കഞ്ഞി നമുക്കൊരു നല്ലൊരു ഔഷധക്കഞ്ഞിയാണെങ്കിലോ അത് ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഫലം ചെയ്യും. അപ്പോൾ ഇനി ഔഷധക്കഞ്ഞി വെക്കാൻ എന്തെങ്കിലും ഒരു സഹായം വേണ്ടവർ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ. നിങ്ങൾക്കിത് നാളത്തേക്ക് ഒരു ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോകാം. ഇതാ ഞാനിവിടെ ഔഷധക്കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന സാധനങ്ങൾ: ഒന്ന് ഉലുവ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറുപയർ എടുത്തിട്ടുണ്ട്, വൻപയർ അല്ലെങ്കിൽ വൻപയർ, അതുപോലെ തന്നെ ഗോതമ്പ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഞവര അരി എടുത്തിട്ടുണ്ട്. അപ്പം ഈ സാധനങ്ങളെല്ലാം കൂടെ നമ്മളുടെ വീട്ടിൽ എത്ര ആൾക്കാർക്കാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ അളന്നെടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ 2 പേർക്കുള്ള കഞ്ഞിയാണ് വെക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഇത് നല്ല വൃത്തിയായിട്ട് നമുക്കത് കഴുകണം. കാരണം ഇത് കടയിൽ നിന്ന് മേടിക്കുന്നതാണല്ലോ. അപ്പോൾ 2 3 പ്രാവശ്യം കഴുകി കഴിഞ്ഞതിന് ശേഷം ഇത് കണ്ടോ, ഇത് നമ്മൾ വെള്ളത്തിലേക്ക് എടുത്തിടുകയാണ്. ഓരോന്നും എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞവര അരിക്ക് അധികം വേവില്ല, എന്നാലും ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായി കഴുകി നല്ല കല്ലൊക്കെ പോക്കി നല്ല വൃത്തിയാക്കി 3 പ്രാവശ്യം കഴുകിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, അത് കുതിർക്കാൻ വേണ്ട, ഇതെല്ലാം പോക്കി അത് കുതിർക്കാൻ വേണ്ടി ഇടുകയാണ് ചെയ്യുന്നത്. കുതിർക്കാൻ വേണ്ടി നമുക്ക് നല്ല വെള്ളം ഇനി ഒഴിച്ച് വെക്കാം. അതിലേക്ക് സമം വെള്ളം അതിലേക്ക് ഒഴിച്ചാൽ മതിയേ. ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് ഒരു 5-6 മണിക്കൂർ അങ്ങോട്ട് കുതിറിട്ടേ. അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ട് ഇതാ കുതിർന്ന് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഇത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് കഞ്ഞി വെക്കുന്നത് ഒരു മൺചട്ടിയിലാണ് കേട്ടോ. അപ്പം മൺചട്ടിയിൽ കഞ്ഞി വെക്കുന്നത് നല്ല ടേസ്റ്റാണ്. സമയമുണ്ടെങ്കിൽ നിങ്ങളത് ട്രൈ ചെയ്തോളൂ. ഇനി പെട്ടെന്ന് കുക്കറിലൊക്കെ വെക്കുവാണെങ്കിൽ 2-3 വിസിലടിച്ച് 2 വിസിലടിച്ചാലും മതി. കാരണം കുതിർന്നായതുകൊണ്ട് അത്രമാത്രം വേവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ തേങ്ങ നമുക്ക് നല്ല വൃത്തിയായിട്ട് ചിരകാം. ഒരു തേങ്ങ വേണം, കാരണം തേങ്ങയുടെ 1ഉം 2ഉം പാലെടുക്കണമാണ്. ഇവിടെ തേങ്ങ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് പാലെടുക്കണം. അപ്പോൾ പാൽ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാ 1-ാം പാലും 2-ാം പാലും, അതുപോലെ തന്നെ ഔഷധക്കൂട്ടെന്ന് പറഞ്ഞൊരു മരുന്നും. അത് അങ്ങാടിയിൽ നിന്ന് നമ്മൾ മേടിക്കുക. നമ്മൾ എത്ര വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അത് അതിൻ്റെ ഫൈനലായതുകൊണ്ട് ഒരു പാക്കറ്റ് ഞാൻ അങ്ങാടി മരുന്ന് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ദശമൂലം, അങ്ങാടി 64, അരിയാർ ജീരകം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ജീരകം, കരിഞ്ജീരകം, പെരുംജീരകം, അതുപോലെ തന്നെ ചുക്ക്, ഇഞ്ചി, ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങാടിയിൽ നിന്ന് മേടിക്കുന്നത് തന്നെയാണ് നല്ലത്. അതിനുശേഷം ഞാനിവിടെ മൺചട്ടിയിലെ വെള്ളം ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ, ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മുടെ ഔഷധക്കൂട്ട് 1 സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കുക. ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കട്ടെ. അപ്പോൾ ഈ വെള്ളം തിളച്ച് വരുമ്പോൾ ആ ഔഷധത്തിൻ്റെയൊക്കെ ഒരു മണം, നല്ല ഒരു മണമാണ് കേട്ടോ. ഉണ്ടോ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും വൈകിട്ട് നമ്മൾ കഴുകി നമ്മുടെ കുതിർന്ന നമ്മുടെ പയറും ഇതും എല്ലാം കൂടെ എടുത്ത് ആ തിളച്ച വെള്ളത്തിലേക്ക് എടുത്തിയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് വെന്തോളും, കാരണം കുതിർന്ന സാധനമല്ലേ, അപ്പോൾ പെട്ടെന്ന് അങ്ങ് വെന്തോളും. എന്നാലും നമ്മൾ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് നമുക്ക് നോക്കാം. അത് കണ്ടോ, നല്ല ഇപ്പോൾ തന്നെ ഒരുവിധം എല്ലാം വെന്തിട്ടുണ്ട്. എല്ലാം ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഏകദേശം ഒരുവിധം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഞ്ഞി ആയതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് അധികം വെച്ചതാണ്. കാരണം കുറേ കഴിയുമ്പോൾ അത് അങ്ങ് കുറുങ്ങി വരുമ്പോൾ, തണുക്കുമ്പോൾ അങ്ങ് കുറുകുമല്ലോ. അപ്പോൾ ഞാൻ കഞ്ഞി കുറച്ച് അധികം വെള്ളം വെച്ചത് തന്നെയാണ്. അപ്പോൾ ഇത് ഏകദേശം നമ്മളിതിലേക്ക് നമ്മുടെ 2-ാം പാൽ ഒഴിക്കുകയാണ്. അപ്പം അരിയൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ 2-ാം പാലും ശർക്കരയാണ്. ഞാനിവിടെ ശർക്കര കഞ്ഞിയാണ്, മധുരത്തിലുള്ള കഞ്ഞിയാണ് വെക്കുന്നത്. അപ്പം ഇതിന് പറഞ്ഞ ശർക്കര വെച്ചില്ലെങ്കിൽ നമുക്ക് എന്താണ്, ഉപ്പ് ഇട്ടിട്ട് ചെറിയുള്ളി നെയ്യിൽ വഴറ്റിയിട്ട് അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാൻ ഒഴിക്കുന്നത് ശർക്കര കഞ്ഞിയാണ്. അപ്പം ഇതിലേക്ക് ഏകദേശം എല്ലാം 2-ാം പാലും ഒഴിച്ചിട്ട് എല്ലാം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ 1-ാം പാലും കൂടെ ഒഴിച്ച് തിളയ്ക്കുന്ന ഏകദേശം ഇനി നമ്മളെല്ലാം ഓഫാക്കുകയാണ്. ഫ്ലെയിമെല്ലാം ഓഫാക്കി ഇനിയിപ്പോൾ ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1 സ്പൂണ് നെയ്യും കൂടെ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അത്
ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർക്കിടക കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇവിടെ നല്ലൊരു കർക്കിടക കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി മധുരം ഇഷ്ടമല്ലെങ്കിൽ അത് ഉപ്പിട്ടിട്ട് ചെറിയുള്ളി നെയ്യിൽ ചെറിയുള്ളി പൊട്ടിച്ചിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.